അല്ല, രാധിക ശ്യാമ മേഡത്തിന്റെ മകളാണെന്നുള്ളതിന് വ്യക്തമായ തെളിവൊന്നുമില്ലല്ലോ. പിന്നെ ഒഴുക്കി വിട്ടൊരു കുട്ടവഞ്ചിയുടെ കാര്യം, അത് വേറൊരാളായി കൂടെ? അമൃത മാഡം, അമ്മ സ്വയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നോ? മോളുടെ സ്നേഹം ഒരിക്കലും കിട്ടില്ല എന്ന് വന്നപ്പോ ശ്യാമ അങ്ങനെ തീരുമാനിച്ചിരുന്നുവെന്നാണ് തോന്നിയത്. എന്നെ ഒഴിവാക്കി പോയപ്പോഴും ഹരിശ്രീ കുറിച്ച തറവാട് ക്ഷേത്രത്തിലേക്ക് ചെന്ന് കയറുമ്പോഴും ശ്യാമയുടെ മനസ്സിൽ അതുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് വേണ്ടിയല്ലേ മോളെ ജീവിച്ചിരുന്നത്. നിന്നെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാ നിന്റെ അമ്മ പിന്നെ ജീവിക്കൂ? അമ്മ സത്യം പറ, തറവാട്ടമ്പലത്തിലേക്ക് അമ്മ പോയത് എന്തുദ്ദേശത്തിലായിരുന്നു? എല്ലാത്തിന്റെ അവസാനമായെന്ന് ഞാൻ കരുതി. ഭഗവാന് മുമ്പിൽ എന്നെ സമർപ്പിക്കാൻ തന്നെയാ ഞാൻ പോയതും. അതിനുള്ള മാർഗവും എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അമ്മയെന്നുള്ള നിന്റെ വിളി അത് ഈ അമ്മയെ കൊണ്ട് മാറ്റി ചിന്തിപ്പിച്ചു. അപ്പൊ ഞാൻ ആ നേരത്ത് വന്നില്ലായിരുന്നെങ്കിൽ അമ്മയെ ലോകത്തുണ്ടായിരുന്നിരിക്കില്ല അല്ലേ? കാലും മനസ്സും ചിന്തകളും ഒക്കെ തേഞ്ഞു പോയൊരമ്മയെ ഞാൻ. അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല മോളെ. സങ്കടങ്ങളൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് ഞാൻ നടന്നത് അത്രയും നിന്നിലേക്ക് എത്താനായിരുന്നു. ആ നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ചത്തുകളയില്ലേ ഞാൻ. ഇനി ഒരിക്കലും ഇങ്ങനെ പറയരുത്. ഇനി ഒരിക്കലും എന്നെ വിട്ടു പോവരുത്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അമ്മയെ സ്നേഹിക്കണം, അമ്മയുടെ കൂടെ ജീവിക്കണം. മരണത്തിന് പോലും ഞാൻ എൻ്റെ അമ്മയെ വിട്ടുകൊടുക്കില്ല. ഇത്രയും നാള് ഈ കുടുംബത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ തർക്കം രാധികയുടെ ജന്മത്തെക്കുറിച്ചായിരുന്നല്ലോ. ആ തർക്കം ഉന്നയിച്ച ആളുകൾക്ക് ഇപ്പൊ സത്യം ബോധ്യമായി കാണും. രാധിക ശ്യാമയുടെ മകളാണെന്നുള്ളത് നമ്മുടെ കുടുംബത്തിന് കിട്ടാവുന്ന നേട്ടങ്ങളിലൊന്നാണ്. ശ്യാമയുടെ സമ്പത്തിനെക്കുറിച്ചോ ശ്യാമ മകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ല ഞാൻ ഈ പറയുന്നത്. ലോകം ആരാധിക്കുന്ന ഒരു വ്യക്തിയാ ശ്യാമ. ശ്യാമയുടെ പാരമ്പര്യം രാധികയിൽ ഉണ്ടെന്നുള്ളത് കൃത്യമായി നമ്മൾ അറിഞ്ഞിട്ടുള്ളതുമാണ്. ഒരുപക്ഷെ ശ്യാമയെ പോലെ അല്ലെങ്കിൽ ശ്യാമയേക്കാൾ മുകളിൽ രാധിക എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അനാഥയാണെന്നുള്ള വിഷമം പറഞ്ഞ് എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട് കുട്ടി. കരയിപ്പിക്കുന്നതില് ചിലർക്കൊക്കെ നല്ല മിടുക്കും ഉണ്ടായിരുന്നു. അതൊന്നും ഇനി പറയണ്ടമ്മേ. ഇനിയെങ്കിലും രാധികയുടെ നേരെയുള്ള ആക്രമണം ഇത്തരക്കാരങ്ങ് നിർത്തുമല്ലോ. അല്ല, നിർത്തണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല.
ഇനി രാധിക എതിർക്കാനായിട്ട് ആരെങ്കിലും നാവ് ഉയർത്തിയ ആ നാവ് എന്ത് ചെയ്യണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ച പോരെ? അങ്ങനെ കയറി വന്ന മരുമോളെ കൊണ്ട് കണിമംഗലം അറിയപ്പെടാൻ പോവുക. അല്ല ഏട്ടാ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആ, ഞാൻ കരുതിയതേ ഉള്ളൂ എന്താ രണ്ടുപേരും ഒതുങ്ങി നിൽക്കുന്നതെന്ന്. ചോദിക്കുർവശി. അല്ല, രാധിക ശ്യാമ മേഡത്തിന്റെ മകളാണെന്നുള്ളതിന് വ്യക്തമായ തെളിവൊന്നുമില്ലല്ലോ. പിന്നെ ഒഴുക്കി വിട്ടൊരു കുട്ടവഞ്ചിയുടെ കാര്യം, അതോ വേറൊരാളായി കൂടെ? ഇതിപ്പോ എന്താ നടന്നെന്നറിയോ? രണ്ടുപേരും കൂടി സാമ്യമുള്ളത് കൊണ്ട് എല്ലാരും കൂടി അതങ്ങ് ഉറപ്പിച്ചു. ആ, കാര്യത്തോടടുക്കുമ്പോ അറിയാം ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം. പരമേശ്വര, ഇതിന്റെ മറുപടി നീ പറയുന്നോ അതോ പിള്ളേരുടെ സംശയം ഞാൻ പരിഹരിക്കണോ? വേണ്ടമ്മേ, സംശയങ്ങൾ പറഞ്ഞ ഇവരോട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചോദിക്കാം. അപ്പൊ എങ്ങനെയാ ഉർവശി ഒരു തെളിവെടുപ്പ് ഉദ്ദേശിക്കുന്നത്? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ രൂപത്തിലും ശബ്ദത്തിലുമുള്ള സാമ്യം മാത്രം മതിയായിരുന്നു ഇതൊക്കെ വിശ്വസിക്കാൻ. പക്ഷേ നിങ്ങൾ വളരെ വ്യത്യസ്തതയുള്ള ആളുകളല്ലേ, നിങ്ങളങ്ങനെ ഒന്നും വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ടാ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഈ ചോദ്യവും പറച്ചിലൊന്നും അല്ല വേണ്ടത്. ഇതുപോലുള്ള നാണം കെട്ട സംസാരത്തിന് കൈ ഉയർത്തി ഒന്ന് കൊടുക്കുക വേണ്ടത്. പറഞ്ഞിട്ട് എന്താ കാര്യം പത്മിനി? അവർക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യം വല്ലതും ആണോ? ഇത്രയും കാലം അവര് കരുതിയിരുന്നത് രാധികയ്ക്ക് അച്ഛനും അമ്മയും ഇല്ല, തങ്ങൾക്ക് രണ്ടുപേർക്ക് അതുണ്ട് എന്നാണ്. രണ്ടുപേർക്കും അച്ഛനമ്മമാരൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ രണ്ടുപേരിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? അതില്ല. ആകെ അറിയാവുന്നത് ഈ കണിമംഗലത്തിന്റെ ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള കുശുമ്പ് പറയുന്നതാ. അതെ, തൽക്കാലം അസൂയക്കും കുശുമ്പിനും അന്താരാഷ്ട്ര തലത്തിൽ മാർക്കറ്റൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ തലപ്പത്ത് നിങ്ങളായിരുന്നേനെ. എനിക്ക് ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിങ്ങളുടെ സംശയം കേട്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ സംശയം ഒരുപക്ഷെ നിങ്ങൾ ശ്യാമ മേഡത്തിനെ അങ്ങോട്ട് കണ്ടു ചെന്ന് ചോദിക്കാനും മതി. പക്ഷേ ഞാനേ ഒരു മുന്നറിയിപ്പ് തരാം. കാലാകാലങ്ങളായിട്ട് മകളെ കാണാതെ കരഞ്ഞ് കരഞ്ഞ് തീർന്ന ഒരു അമ്മ സ്വന്തം മകളെ തിരിച്ചറിഞ്ഞ നിമിഷം അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താലേ ചിലപ്പോ കണിമംഗലത്തുകാർക്കുണ്ടാവുന്ന ക്ഷമ അവർക്കുണ്ടാവണമെന്നില്ല. എന്തായാലും രാധിക മോള് തിരിച്ചു വരട്ടെ. ഈ കാര്യം എങ്ങനെയാണ് നമുക്ക് ആഘോഷിക്കേണ്ടതെന്ന് എല്ലാവർക്കും കൂടി ആലോചിക്കാം.